ഹായ് ഓൾ. സെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ടെന്ന് കരുതുന്നു. സെറ്റ് എക്സാമിന് യൂസ്ഫുൾ ആകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് യൂണിറ്റ് ബേസിൽ യൂണിറ്റിലെ ഓരോ മൊഡ്യൂളിലും ഒരു 4-5 ക്വസ്റ്റ്യൻസ് വീതമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാനും വിട്ടുപോയ എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാനും പറ്റുന്ന ലെവലിലാണ് ഈ ഒരു വീഡിയോ പോവുക. സോ നമുക്ക് വേഗം തന്നെ വീഡിയോയിൽ നോക്കാം. യൂണിറ്റ് 1 ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ചോസേഴ്സ് ഏജ് ആണ്. സോ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയിട്രി ഈസ്, ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ജെഫ്രി ചോസർ ആണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയിട്രി. അതിൻ്റെ ഒപ്പം നമ്മുടെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പ്രോസ് എന്ന് പറയുന്നത് ആരാണ്? ബേക്കൺ ആണ്. ഫ്രാൻസിസ് ബേക്കൺ ആണ്. ഇനി ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ വില്യം ഷേക്സ്പിയർ ആണ്. സോ ഈ ഒരു 3 ഫാദേഴ്സിനെയും ഒന്ന് ഓർത്ത് വയ്ക്കുക. ചോസേഴ്സ് ജനറൽ പ്രൊലോഗ് ഈസ് എ പാർട്ട് ഓഫ് ദി കാൻറ്റർബറി ടെയിൽസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കാൻറ്റർബറി ടെയിൽസ്. അപ്പോൾ ഫ്രെയിം നരേറ്റീവിലാണ് എഴുതിയിട്ടുള്ളത്. ഒരു 30 തീർത്ഥാടകർ കാൻറ്റർബറി കത്തീഡ്രൽ സെൻറ്റ് തോമസ് ബക്കറ്റിൻ്റെ ഷ്രൈൻ കാണാൻ വേണ്ടിയിട്ട് പിൽഗ്രിമേജിന് പോകുന്ന 30 പേര് ടബാഡ് ഇൻ എന്ന് പറയുന്ന ഒരു ഇന്നിൽ കൂടുന്നുണ്ട്. അവിടുത്തെ ഹോസ്റ്റായിട്ടുള്ള ഹാരി ബെയ്ലിയുടെ ഒരു സജഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ യാത്ര കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും കഥകൾ പറയാം. അപ്പോൾ അങ്ങോട്ട് 2 കഥ, ഇങ്ങോട്ട് 2 കഥ, അങ്ങനെ 4 കഥ ഓരോരുത്തരും പറയണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ഒരു വലിയൊരു ലോങ് ബുക്ക് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ പുള്ളിക്കാരനെ ഹി കുഡിൻറ്റ് കംപ്ലീറ്റ് ഇറ്റ് ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം. 24 കഥകൾ മാത്രമാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് വാസ് എ മൈക്രോകോസം ഓഫ് ദി ദെൻ കണ്ടംപററി സൊസൈറ്റി. അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ നിന്നും സൊസൈറ്റിയുടെ പല സ്റ്റാറ്റസ് രീതിയിൽ വരുന്ന ആൾക്കാരെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വർക്കായിരുന്നു. ക്യാരക്ടേഴ്സിനെ ഓർക്കാൻ പറ്റുവാണെങ്കിൽ നൈറ്റ്, മില്ലർ, റീവ്, വൈഫ് ഓഫ് ബാത്ത്, ഇവരെല്ലാവരും അതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പോയറ്റ് വാസ് ചോസേഴ്സ് കണ്ടംപററി? ഈ തന്നിട്ടുള്ളതിൽ നിന്നുമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ വില്യം ലാംഗ്ലാൻഡ് ആണ് ചോസറിൻ്റെ കണ്ടംപററി ആയിട്ട് വരുന്നത്. ദെൻ കൺഫെസിയോ അമാൻറ്റസ് വാസ് റിട്ടൺ ബൈ ജോൺ ഗവർ. സോ ഈ 3 പേരെ ഓർത്ത് വയ്ക്കുക. എങ്ങാനും നമുക്കൊരു ട്വിസ്റ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിൽ ഏതൊക്കെ ആൾക്കാരാണ് ഒരേ സമയത്ത് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ഗവർ, വില്യം ലാംഗ്ലാൻഡ്, ചോസർ, ഇവർ 3 പേരാണ് ഒരേ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ. വിച്ച് വർക്ക് ഈസ് എൻ അലഗറിക്കൽ ഡ്രീം വിഷൻ? സോ ഇതിൽ ഡ്രീം വിഷനിൽ എഴുതിയിട്ടുള്ള വർക്ക് പയേഴ്സ് ദി പ്ലോമൻ ആണ്. ആരാണ് എഴുതിയിട്ടുള്ളത്? വില്യം ലാംഗ്ലാൻഡ് ആണ്. സോ ഡ്രീം അലഗറി അല്ലെങ്കിൽ ഡ്രീം വിഷൻ എന്ന് പറയുന്നൊരു അലഗറിക്കൽ ഡ്രീം വിഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. അലഗറി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവസാനം ഒരു മോറൽ ഓഫ് ദി സ്റ്റോറി എടുക്കാൻ പറ്റുന്നൊരു കഥയാണ് അതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് അടുത്ത മൊഡ്യൂൾ നോക്കാം. 5 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നോക്കുന്നത് ഓരോ മൊഡ്യൂളിലും. ദി ഫസ്റ്റ് പ്രിൻറ്റർ ഇൻ ഇംഗ്ലണ്ട് വാസ്, ആരാണ് ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്ത ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വില്യം കാക്സ്റ്റൺ. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും. ദെൻ തോമസ് മലോറി ഈസ് നോൺ ഫോർ, തോമസ് മലോറി ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട വർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെ മോർട്ടെ ഡി ആർത്തർ. സോ ആർതൂറിയൻ ലെജൻസ് അടങ്ങുന്ന കിങ് ആർതറിൻ്റെ കുറച്ച് അഡ്വഞ്ചർ സ്റ്റോറീസും ആർതൂറിയൻ ലെജൻസിനെ പറ്റിയിട്ടുള്ളൊരു കഥയാണ്. പല കഥകളാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. ദെൻ യുട്ടോപ്പിയ ഈസ് റിട്ടൺ ബൈ, അതും അറിയുന്നതായിരിക്കും, തോമസ് മൂർ. അതിനകത്ത് തോമസ് ഹൈത്ലാഡി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ വരുന്നുണ്ട്. യുട്ടോപ്പിയയുടെ മീനിങ് നോവെയർ അല്ലെങ്കിൽ നോവെയർ ടു ബി ഫൗണ്ട് എന്നൊക്കെയാണ്. ഉട്ടോപ്പിയയുടെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ പറയുന്ന വേർഡാണ് ഡിസ്റ്റോപ്പിയ. ദെൻ വിച്ച് ഓഫ് ദീസ് ബിലോങ് ടു ദി റിനൈസൻസ് ബാലഡ് ട്രഡിഷൻ? സോ ബാലഡ് ട്രഡീഷനിൽ വരുന്ന വർക്ക് ഏതാണെന്നുള്ളത് നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോഴത്തേക്കും വൃത്തിയായിട്ട് പറയാൻ പറ്റും. സോങ്സ് ആൻഡ് ബാലഡ്സ് ആണ്. ഹൂ ട്രാൻസ്ലേറ്റഡ് ദി ബൈബിൾ ഡ്യൂറിങ് ദി റിനൈസൻസ്? അപ്പോൾ ബൈബിളിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? എപ്പോൾ? റിനൈസൻസിൻ്റെ കാലഘട്ടത്തിൽ. ബൈബിൾ ട്രാൻസ്ലേഷൻ 1-2 ട്രാൻസ്ലേഷൻസ് നമുക്ക് പഠിക്കാനായിട്ടും പ്രിസ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. സോ ഇതിൽ വരുന്നത് ടിൻഡേൽ. ദെൻ മൊഡ്യൂൾ 3 നോക്കാം. ലേറ്റ് റിനൈസൻസ് ഇംഗ്ലണ്ട് ആണ്. ദി ഇംഗ്ലീഷ് സോണറ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, ആരാണ് ആദ്യമായിട്ട് ഇംഗ്ലീഷ് സോണറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ? 2 പേരുണ്ട്, വ്യാറ്റ് ആൻഡ് സറി. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സോണറ്റ് ഫേമസ് ആക്കിയത് ആരാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സോണറ്റ് എഴുതി പേരെടുത്ത ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? വില്യം ഷേക്സ്പിയർ ആണ്. ഇംഗ്ലീഷ് സോണറ്റിൻ്റെ മറ്റൊരു പേരായിട്ട് തന്നെ നമ്മൾ പറയുന്നത് ഷേക്സ്പീരിയൻ സോണറ്റ് എന്നാണ്. 154 സോണറ്റ്സ് ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡെഡിക്കേഷനും കാര്യമൊക്കെ ഉണ്ട്. ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. ദെൻ സ്പെൻസേറിയൻ സോണറ്റ് ഹാസ് റൈം സ്കീം. ഇതിലേതാണ്?
AB, AB, BC, BC, CD, CD, EE. ഇതാണ് സ്പെൻസേറിയൻ സോണറ്റിൻ്റെ റൈം സ്കീം. സോ സ്പെൻസേറിയൻ സോണറ്റിൻ്റെയും ഷേക്സ്പീരിയൻ സോണറ്റിൻ്റെയും റൈം സ്കീം ഒന്ന് നോക്കി വയ്ക്കുക. സ്പെൻസർ റോട്ട് ഇതിലേത് വർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ സ്പെൻസറിൻ്റെ വർക്ക് ഏതാണ്? പ്രോത്തലാമിയൻ. പ്രോത്തലാമിയനും എപ്പിത്തലാമിയനും നമ്മൾ കമ്പാനിയൻ പോയിംസ് പോലെ പറയുന്ന 2 വർക്കാണ് സ്പെൻസറിൻ്റെ തന്നെ. ഇതൊരു ബെട്രോത്തൽ സോങ് അല്ലെങ്കിൽ വിവാഹ സമയത്ത് അതിന് വേണ്ടിയിട്ട് ആശംസകൾ അർപ്പിക്കാനായിട്ട് എഴുതിയിട്ടുള്ളൊരു വർക്കാണ്. സറി ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഇൻട്രൊഡ്യൂസിങ്. സറി എന്താണ്? നമ്മൾ നേരത്തെ പറയും വ്യാട്ട് ആൻഡ് സറി. അതിൽ സറി എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാങ്ക് വേഴ്സ് ആണ്. ദെൻ വ്യാട്ട് ട്രാൻസ്ലേറ്റഡ് സോണറ്റ്സ് ഫ്രം. ആരുടെ സോണറ്റ്സ് ആണ് ഇവരിങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്? പെട്രാർക്ക്. സോ പെട്രാർക്കൻ സോണറ്റ് എന്ന് പറഞ്ഞിട്ടും ഒരു ടൈപ്പ് ഓഫ് സോണറ്റ്സ് ഉണ്ട്. ഷേക്സ്പീരിയൻ സോണറ്റിൽ നമ്മൾ 3 ക്വാട്രൈൻസ് ആൻഡ് കപ്ലേറ്റ് പറയുവാണെങ്കിൽ പെട്രാർക്കൻ സോണറ്റിൽ വരുന്നത് ഒക്ടേവ് എന്നും സെസ്റ്റത്ത് എന്നുമാണ് പറയുന്നത്. അതൊക്കെ ഒന്ന് ആ ഒരു ഡിഫറൻസസ് നോക്കി വയ്ക്കുക. മേ ബി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ദെൻ മൊഡ്യൂൾ 4 ബിഗിനിങ് ഓഫ് ഇംഗ്ലീഷ് പ്രോസ്. അപ്പോളജി ഫോർ പോയട്രി വാസ് റിട്ടൺ ബൈ ഓപ്ഷൻ ബി സിഡ്നി. ഓഫ് സ്റ്റഡീസ് ഇസ് ആൻ എസ്സേ ബൈ ബേക്കൺ. നമ്മൾ നേരത്തെ പറഞ്ഞു ബേക്കൺ ആണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് പ്രോസ്. ഹോബ്സ് റോട്ട്. ഇതിൽ ഹോബ്സ് എഴുതിയിട്ടുള്ള വർക്ക് ചെയ്തതിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോബ്സിൻ്റെ വർക്കാണ് ലെവിയത്തൻ. വിച്ച് വർക്ക് ഈസ് ലിങ്ക്ഡ് വിത്ത് യൂണിവേഴ്സിറ്റി വിറ്റ്സ്. വിച്ച് റൈറ്റർ ഈസ് ലിങ്ക്ഡ് വിത്ത് യൂണിവേഴ്സിറ്റി വിറ്റ്സ്. നമുക്കവിടെ പെട്ടെന്ന് തോമസ് ബ്രൗണിന് ഒരു ഡൗട്ട് തോന്നും. പക്ഷേ തോമസ് ബ്രൗൺ അല്ല, തോമസ് നാഷാണ്. യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് കൂടി ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഏറ്റവും ഫേമസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക സ്പാനിഷ് ട്രാജഡി എഴുതി ഒരു ട്രാജഡി ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തോമസ് കിഡ്, ക്രിസ്റ്റഫർ മാർലോ ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. തോമസ് നാഷ്, ഗ്രീന്, ലില്ലി, പീൽ ഇവരൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആണ്. ദെൻ റിലീജിയോ മെഡിസി വാസ് ഓതേർഡ് ബൈ ബ്രൗൺ. Module 5 Rise of English Drama. Miracle plays were based on lives of saints. ഓക്കെ, അപ്പോൾ 3 കാര്യത്തിൽ അത് ഓർക്കണം. മിറാക്കിൾ പ്ലേസ് ഉണ്ട്, മൊറാലിറ്റി പ്ലേസ് ഉണ്ട്, പിന്നെ എന്താണ് ഇൻ്റർലൂഡ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോന്നും ഏതാണെന്നുള്ളതൊന്ന് നമുക്ക് നല്ല ഓർമ്മ വേണം. മിറാക്കിൾ പ്ലേസ് എഴുതിയിട്ടുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? സെയിൻറ്റുകളുടെ, പുരോഹിതന്മാരുടെയൊക്കെ ജീവിതത്തിനെ പറ്റിയിട്ടാണ് മിറാക്കിൾ പ്ലേസ് എഴുതിയിട്ടുള്ളത്. ദെൻ മൊറാലിറ്റി പ്ലേസ് ടോട്ട്. അപ്പോൾ മൊറാലിറ്റി പ്ലേസ് നമ്മൾ എന്തൊക്കെയോ പഠിപ്പിക്കാനാണ്, അപ്പോൾ റിലീജിയസ് ലെസൺസ് പഠിപ്പിക്കാനായിട്ടാണ് മൊറാലിറ്റി പ്ലേസ് എഴുതപ്പെട്ടിട്ടുള്ളത്. ദെൻ റാൽഫ് റോയ്സ്റ്റർ ഡോയ്സ്റ്റർ ഈസ് ബൈ. ആരാണ് ഓതർ? ഉഡാൽ, നിക്കോളാസ് ഉഡാൽ ആണ്. ഇപ്പോൾ റാൽഫ് റോയ്സ്റ്റർ ഡോയ്സ്റ്റർ എന്തായിരുന്നു? അത് ട്രാജഡി ആണോ കോമഡി ആണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക, ഓർമ്മയുണ്ടോ നോക്കട്ടെ. ദെൻ കോർബഡക് ഈസ് സിഗ്നിഫിക്കൻ്റ് ആസ് ദി ഓപ്ഷൻ എ ബ്ലാങ്ക് വേഴ്സ് ട്രാജഡി. ഇൻ്റർലൂഡ്സ് വെയർ ഓപ്ഷനിൽ തന്നെ ഉണ്ട് ഷോർട്ട് സെക്യുലർ പ്ലേസ്. ഓക്കെ, അപ്പോൾ മൊറാലിറ്റി, മിറാക്കിൾ പ്ലേസ്, ഇൻ്റർലൂഡ്സ് ഇതൊന്ന് നോക്കി വയ്ക്കുക. റിവെഞ്ച് ട്രാജഡി മൊഡ്യൂൾ 6 വരുന്നത് ഹൂ റോട്ട് ദി സ്പാനിഷ് ട്രാജഡി. ഞാൻ ഓൾറെഡി പറഞ്ഞു, തോമസ് കിഡാണ് ദി സ്പാനിഷ് ട്രാജഡി എഴുതിയിട്ടുള്ളത്. ഡോക്ടർ ഫോസ്റ്റേഴ്സ് ഈസ് എ പ്ലേ ബൈ ഓപ്ഷൻ ബി മാർലോ. വിച്ച് വേഴ്സ് ഫോം ഈസ് യൂസ്ഡ് ഇൻ മാർലോസ് പ്ലേസ്. മാർലോയുടെ ഒരു എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് തന്നെ പറയാം, ബ്ലാങ്ക് വേഴ്സ് ആണ്. ബ്ലാങ്ക് വേഴ്സ്. ദി ഡച്ചസ് ഓഫ് മാൽഫി ഈസ് എ റിവെഞ്ച് ട്രാജഡി ബൈ ഓപ്ഷൻ ബി വെബ്സ്റ്റർ. വിച്ച് ഡ്രാമറ്റിസ്റ്റ് വാസ് ഓൾസോ ഫേമസ് ഫോർ കോമഡി ഓഫ് ഹ്യൂമേഴ്സ്. കോമഡി ഓഫ് ഹ്യൂമേഴ്സ് എഴുതിയിട്ടുള്ളത് ബെൻ ജോൺസൺ. പുള്ളിക്കാരൻ്റെ വർക്ക് ഓർക്കാൻ എളുപ്പമാണ്. എവ്രി മാൻ ഇൻ ഹിസ് ഹ്യൂമർ, എവ്രി മാൻ ഔട്ട് ഓഫ് ഹിസ് ഹ്യൂമർ എന്ന് പറഞ്ഞിട്ടൊക്കെ വർക്ക്സ് ഉണ്ട്. മൊഡ്യൂൾ 7 എലിസബത്തൻ തിയേറ്റർ. എ തിയേറ്ററിക്കൽ എസൈഡ് മീൻസ്. അപ്പോൾ ഒരു അസൈഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ക്യാരക്ടർ സ്പീച്ച് ടു ഓഡിയൻസ് അൺഹേർഡ് ബൈ അതേഴ്സ്. ഇത് നമുക്ക് ഈ സോൾലോക്കിയൊക്കെ തന്നിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ചോദിക്കാം. അസൈഡ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ പറയും,
അത് ഓഡിയൻസ് മാത്രമേ കേൾക്കത്തുള്ളൂ. ആ സ്റ്റേജിൽ അപ്പോൾ ഒപ്പം കൂടെ നിൽക്കുന്ന മറ്റ് ക്യാരക്ടേഴ്സിനൊന്നും തന്നെ അത് കേൾക്കാൻ പറ്റില്ല. ഓഡിയൻസിന് മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറുടെ ഡയലോഗ്സിനെയാണ് അസൈഡ്സ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മാസ്ക്? ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് മാസ്കിന് ഉദാഹരണമായിട്ട് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ദി മാസ്ക് ഓഫ് ബ്ലാക്ക്നെസ്. ദി എലിസബത്തൻ തിയേറ്റേഴ്സ് വെർ യൂഷ്വലി ഓപ്പൺ എയർ ആൻഡ് റൗണ്ട്. ഹു അമംഗ് ദ ഫോളോയിങ് വാസ് എ ഗ്രേറ്റ് പേട്രൺ ഓഫ് എലിസബത്തൻ തിയേറ്റർ? അവിടെ തന്നെയുണ്ട് ക്വീൻ എലിസബത്ത്. സോളിലോക്വി ഈസ് എ സ്പീച്ച് എക്സ്പ്രസിങ് ഇന്നർ തോട്ട്സ് എലോൺ. ഒറ്റയ്ക്ക് ഒരു ക്യാരക്ടർ എന്താണ് ചിന്തകൾ പറയുന്നതായിട്ട്, പക്ഷേ ഡയലോഗായിട്ടാണ് പറയുക. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറേ സോളിലോക്വീസ് ഉണ്ട്. നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്നത് ഷേക്സ്പിയറിൻ്റെ തന്നെ ഹാംലെറ്റിൽ വരുന്ന ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്ന സോളിലോക്വി എല്ലാം വളരെയധികം ഫേമസ് ആണ്. പിന്നെ മാക്ബത്തിലെ ടുമോറോ ടുമോറോ എന്ന് പറയുന്നതും ഒക്കെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. ഒന്ന് സ്പീഡായിട്ട് പറയുന്നത് ഒരു 100 ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ ഉള്ളിൽ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വുഡ് യു റൈറ്റ് ഷേക്സ്പിയർ? വിച്ച് അമംഗ് ദീസ് ഈസ് എ ഷേക്സ്പീരിയൻ കോമഡി? അപ്പോൾ കോമഡീസ് ഏതൊക്കെയാണ്, ട്രാജഡീസ് ഏതൊക്കെയാണെന്ന് നമുക്കൊരു ധാരണ വേണം. 12th നൈറ്റാണ് കോമഡി വരുന്നത്. ഇതിനൊരു സബ് ടൈറ്റിലും ഒക്കെ ഉണ്ട്, വാട്ട് യു വിൽ എന്നാണ്. ഷേക്സ്പിയേഴ്സ് പ്രോബ്ലം പ്ലേസ് ഇൻക്ലൂഡ് all's well that ends well, measure for measure. In tragedies, Shakespeare often use ട്രാജഡീസ് എഴുതുമ്പോൾ ഷേക്സ്പിയർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് ബ്ലാങ്ക് വേഴ്സ് ആയിരുന്നു. ദി ഫസ്റ്റ് ഫോളിയോ ഓഫ് ഷേക്സ്പിയർ വാസ് പബ്ലിഷ്ഡ് ഇൻ 1623. ഇതിൻ്റെ പബ്ലിഷേഴ്സും ആരാണിത് കമ്പൈൽ ചെയ്തതെന്നൊക്കെ ഉള്ളത് ഒന്ന് നോക്കി വെച്ചോളുക. വിച്ച് പ്ലേ എൻഡ്സ് വിത്ത് ദ ഫ്രേസ് ദി റെസ്റ്റ് ഈസ് സൈലൻസ്? ഹാംലെറ്റ് ആണ്. മൊഡ്യൂൾ 9 ഷേക്സ്പീരിയൻ സോണറ്റ്സ്. ഷേക്സ്പിയർ റോട്ട് എത്ര സോണറ്റ് എഴുതിയിട്ടുണ്ട് ഷേക്സ്പിയർ? 154 സോണറ്റ്സ്. ദി ടിപ്പിക്കൽ ഷേക്സ്പീരിയൻ സോണറ്റ് റൈം സ്കീം ഈസ്, നമ്മൾ നേരത്തെ സ്പെൻസറിയൻ സോണറ്റിൻ്റെ റൈം സ്കീം ഒന്ന് നോക്കിയായിരുന്നു. ഇതിപ്പോൾ ഷേക്സ്പീരിയൻ സോണറ്റ് ആണെങ്കിൽ എളുപ്പമാണ്. എ ബി എ ബി, സി ഡി സി ഡി, ഇ എഫ് ഇ എഫ്, ജി ജി. 14 ലൈനാണ് ഉണ്ടാവുക. നേരത്തെ പറഞ്ഞ പോലെ 3 ക്വാട്രൈൻസ് എന്ന് പറയുമ്പോൾ 4 ലൈൻസ്. അപ്പോൾ 3-4 ലൈൻ വരുന്ന ഒരു സ്റ്റാൻസയും വരുന്ന രീതിയിലാണ് സ്റ്റാൻസാസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഒരു 2 ലൈൻ വരുന്ന ഒരു കപ്ലറ്റും ഉണ്ട്. ഷേക്സ്പിയർ സോണറ്റ്സ് വെയർ പബ്ലിഷ്ഡ് ഇൻ 1609. ഷാൾ ഐ കമ്പയർ thee to a summer's day is from sonnet 18. ക്വാർട്ടോസ് ആർ, ഇപ്പോൾ ക്വാർട്ടോസ് എന്താണ്, ഫോളിയോസ് എന്താണെന്നൊക്കെയുള്ളത് നമ്മൾ അറിയണം. സ്മോൾ ഫോർമാറ്റ് ഏർലി പ്രിൻറ്റഡ് ബുക്സ്. മെറ്റഫിസിക്കൽ പോയിട്രി. ദി കാനണൈസേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോം ബൈ. ദി കാനണൈസേഷൻ ഡണ്ണിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ട് വരുന്നൊരു വർക്കാണ്. ഹോൾഡ് യുവർ ടങ് ആൻഡ് ലെറ്റ് മീ ലവ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹു ഡിഫൈൻഡ് മെറ്റഫിസിക്കൽ കൺസീറ്റ്? ഇനി എന്താണ് മെറ്റഫിസിക്കൽ കൺസീറ്റ് എന്നൊക്കെ ഡിഫൈൻ ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമുവൽ ജോൺസൺ, ഡോക്ടർ സാമുവൽ ജോൺസൺ. ടു ഹിസ് കോയ് മിസ്ട്രസ് ഇസ് എ പോം ബൈ ആൻഡ്രൂ മാർവൽ. ദി പുള്ളി ഓർ ദി പുള്ളി വാസ് റിട്ടൺ ബൈ ജോർജ് ഹെർബർട്ട്. പക്ഷേ ഈ ഓപ്ഷനിലുള്ള എല്ലാവരും മെറ്റഫിസിക്കൽ പോയിറ്റ്സ് ആണ്. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഓർക്കേണ്ടത്, ഫാദർ ഓഫ് മെറ്റഫിസിക്കൽ പോയിട്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡണ്ണാണ്. ഇനി ഡൺ അഫക്ട്സ് ദി മെറ്റഫിസിക്സ് എന്ന് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ്. ഡെറഗേറ്ററി ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അത്. വിച്ച് മെറ്റഫിസിക്കൽ പോയറ്റ് വാസ് എ പ്രീസ്റ്റ്? ഏത് മെറ്റഫിസിക്കൽ പോയറ്റ് ഒരു പ്രീസ്റ്റും ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഡണ്ണ് തന്നെയാണ്. ദെൻ പ്യൂരിറ്റൻ ഇംഗ്ലണ്ട് 50 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദി റിഫോർമേഷൻ വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ലൂതർ ആൻഡ് കാൽവിൻ. ഇവിടെ ലൂതർ എന്ന് പറയുന്നത് മാർട്ടിൻ ലൂതർ കിങ് ആണ്. ഒലിവർ ക്രോംവെൽ റൂൾഡ് ഡ്യൂറിങ് കോമൺവെൽത്ത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു ഭരണത്തിന് തന്നെ നമ്മൾ കോമൺവെൽത്ത് പീരീഡ് എന്നാണ് പറയുക. ദി പിൽഗ്രിംസ് പ്രോഗ്രസ് വാസ് റിട്ടൺ ബൈ ജോൺ ബനിയൻ. വിച്ച് പീരീഡ് ഫോളോഡ് ദി പ്യൂരിറ്റൻ റൂൾ? റെസ്റ്റോറേഷൻ. നമുക്ക് ഈ ഒരു
കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി വെച്ചേക്കണം. ഏത് പീരീഡ് കഴിഞ്ഞിട്ട് ഏത് പീരീഡാണ് വരുന്നതെന്ന്. മേ ബി 4 പീരീഡ്സ് വന്നിട്ട് അതിനൊന്ന് ഓർഡറിൽ ക്രോണോളജിക്കൽ ഓർഡറൊക്കെ ചെയ്യാനൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ബനീൻസ് ദി പിൽഗ്രിംസ് പ്രോഗ്രസ് ഈസ് ആൻ അലഗറി. അലഗറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിൽഗ്രിംസ് പ്രോഗ്രസ്സും ഒരു ഡ്രീം അലഗറിയുടെ രീതിയിലാണ് ഇതും എഴുതിയിട്ടുള്ളത്. ഒരു ലാൻഡ് ഓഫ് സാൽവേഷനിലോട്ട് പോകുന്നതിൻ്റെ ഒരു കഥയാണ്. ഞാൻ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് കരുതിയിട്ടാണ് ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻസ് പറയാതെ പോകുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ദെൻ മൊഡ്യൂൾ 12 മിൽട്ടൺ ഓഫ് മാൻസ് ഫസ്റ്റ് ഡിസൊബീഡിയൻസ് ആൻഡ് ഫ്രൂട്ട് ഓപ്പൺസ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൈനാണ് പാരഡൈസ് ലോസ്റ്റിലെ ലൈനാണ്. ലിസിഡസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പാസ്റ്ററൽ എലജി. സോ പാസ്റ്ററൽ എന്ന് പറയുന്നത് റസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് റൂറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മാട്ടിടയന്മാരുടെയൊക്കെ കഥകളാണ് ഇതിനകത്ത് വരിക. അതൊക്കെ കവിതകളായിട്ട് എഴുതുന്നതാണ്. മിൽട്ടൺസ് പ്രോസ് വർക്ക് ഡിഫൈനിങ് ഫ്രീഡം ഓഫ് പ്രസ് എയറോപജറ്റിക്ക. സെൻസർഷിപ്പിനെ പറ്റിയിട്ടും പ്രസ് ഫ്രീഡത്തിനെ പറ്റിയിട്ടും എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും പണ്ട് ഏറ്റവും ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. മിൽട്ടൺ സോണറ്റ്സ് ഇൻക്ലൂഡ്. ഇതിലേതാണ് മിൽട്ടൻ്റെ സോണറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ആണ്. മിൽട്ടൺ ബിലോങ് ടു വിച്ച് പൊളിറ്റിക്കൽ സൈഡ്? സോ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ഓർക്കാൻ എളുപ്പത്തിന് പറയുവാണെങ്കിൽ മിൽട്ടൺ പിന്നീട് ജന്മനാൽ അന്ധനായിരുന്നില്ല, പക്ഷെ പിന്നീട് പുള്ളിക്കാരൻ ബ്ലൈൻഡ് ആവുന്നുണ്ട്. അതിനുശേഷം വിഷൻ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഹി പ്രൊഡ്യൂസ്ഡ് പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റീഗെയിൻഡ് ഒക്കെ ആ ഒരു ടൈമിലാണ് എഴുതുന്നത്. അപ്പോൾ പുള്ളിക്കാരന് വിഷൻ ഇല്ലാതിരുന്നു. മിൽട്ടൺ ബിലോങ് ടു വിച്ച് പൊളിറ്റിക്കൽ സൈഡ്? ഹി ബിലോങ് ടു ദി പാർലമെൻറ്റേറിയൻസ്. Module 13 The Restoration. The comedy of manners developed during Restoration. The Country Wife was written by William Wycherley. Love for Love is a play by William Congreve. The term restoration refers to the return of ഏത് രാജാവ് തിരികെ വന്നപ്പോഴാണ് റെസ്റ്റോറേഷൻ ആവുന്നത്? ചാൾസ് ദ സെക്കൻഡ് ആണ്. വിച്ച് ഓഫ് ദീസ് ഈസ് എ റെസ്റ്റോറേഷൻ ഡ്രമാറ്റിസ്റ്റ്? ഇതിൽ ആരാണ് റെസ്റ്റോറേഷൻ ഡ്രമാറ്റിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് ബാക്കിയുള്ളവരെ കാണുമ്പോൾ തന്നെ ഓപ്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റും. കോൺഗ്രീവ് ആണ്. ദെൻ നിയോ ക്ലാസിക്കൽ ഏജിലെ ക്വസ്റ്റ്യൻസ്. നിയോ ക്ലാസിസിസം എംഫസൈസ്ഡ് ഓർഡർ ആൻഡ് റീസൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നിയോ ക്ലാസിക്കൽ ക്രിട്ടിക്? ആരായിരുന്നു നിയോ ക്ലാസിക്കൽ ക്രിട്ടിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ടൈം ലൈൻ അറിയുമ്പോൾ തന്നെ ഡ്രൈഡൻ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ദി നിയോ ക്ലാസിക്കൽ പീരീഡ് ഈസ് ഓൾസോ കോൾഡ് അഗസ്റ്റൻ ഏജ്. ദി പ്രിൻസിപ്പിൾ ആർട്ട് ഷുഡ് ഇൻസ്ട്രക്ട് ആൻഡ് ഡിലൈറ്റ് ബിലോങ്സ് ടു അരിസ്റ്റോട്ടിൽ. ദി ഏജ് സ്ട്രെസ്ഡ് റാഷണലിസം. ആ ഒരു ചിന്തയെ പറ്റിയിട്ട് അതിൻ്റെ ഒരു ബോധ്യത്തിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു ഏജ് നോക്കിയിരുന്നത് കൂടുതലായിട്ടും. ഹീറോയിക് ഡ്രാമ. ഡ്രൈഡൻ വാസ് ഫേമസ് ഫോർ ഓപ്ഷൻ എ ഹീറോയിക് ഡ്രാമ. ഷെറിഡൻ ഈസ് ഷെറിഡൻ ഈസ് ബെസ്റ്റ് റിമെമ്പേർഡ് ഫോർ, അതായത് അദ്ദേഹത്തിൻ്റെ വർക്ക് ഏതാണെന്നാണ്. സ്കൂൾ ഫോർ സ്കാൻഡൽ. ഹൂ റോട്ട് ഷീ സ്റ്റൂപ്സ് ടു കോൺക്വർ? അനദർ വെരി ഫേമസ് വർക്ക് ഗോൾഡ്സ്മിത്ത്, ഒലിവർ ഗോൾഡ്സ്മിത്തിൻ്റെ വർക്കാണ്. ഹീറോയിക് ഡ്രാമ ഓഫൻ യൂസസ് ഹീറോയിക് കപ്ലെറ്റ്സ്. ഡ്രൈഡൻസ് ഓൾ ഫോർ ലവ് ഈസ് ബേസ്ഡ് ഓൺ ആൻ്റണി ആൻഡ് ക്ലിയോപെട്ര. ചോദിച്ചതിന് മുന്നേ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓൾ ഫോർ ലവ് എഴുതിയതാരാന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് വർക്കിൽ നിന്നാണ്, ഷേക്സ്പിയറിൻ്റെ ഏത് വർക്കിൽ നിന്നാണ് ഇത് ബേസ് ചെയ്ത് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയോപെട്ര ആൻഡ് ആൻ്റണി or Anthony and Cleopatra. Module 16 Popular Prose Writing. Samuel Pepys is famous for his diaries. ഓർത്തോണേ. അഡിസൺ ആൻഡ് സ്റ്റീൽ ആർ ലിങ്ക്ഡ് വിത്ത് തന്നിട്ടുള്ളത് എല്ലാ വർക്ക്സാണ്. ദി സ്പെക്ടേറ്റർ. അപ്പോൾ സ്പെക്ടേറ്റർ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു വർക്കുണ്ട്. ഒരു ഇമാജിനറി ഒരു ക്ലബ്ബാണ് വെർ പീപ്പിൾ ടോക്ക് അബൌട്ട് ലിറ്ററേച്ചർ ആൻഡ് അഫെയർസ്. സോ സ്പെക്ടേറ്റർ എന്ന് പറയുന്നത് അഡിസണും സ്റ്റീലും രണ്ടുപേരും ലിങ്ക് ചെയ്തിട്ട് അവർ രണ്ടുപേരും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ജേണലാണ്. ദി കോഫി ഹൗസ് കൾച്ചർ വാസ് സെൻട്രൽ ടു 18th century ഇംഗ്ലണ്ട്.
A periodical essay means essay published regularly. The Tatler was started by Steele. Dryden and Pope ആണ് അടുത്ത മൊഡ്യൂളിൽ വരുന്നത്. Pope's The Rape of Lock is a mock epic. Absalom and Achitophel was written by Dryden. മാക്ഫ്ലെക്നോ സറ്റേഴ്സ് എന്തിനെ പറ്റിയിട്ട് ആരെയാണ് കളിയാക്കുന്നത് മാക്ഫ്ലെക്നോ എന്ന് പറയുന്നവർക്ക്? ഷാഡ്വെൽ. അദ്ദേഹം ഒരു ഓഥറായിരുന്നു. എസ്സേ ഓൺ ക്രിറ്റിസിസം വാസ് റിട്ടൺ ബൈ പോപ്പ്. വിച്ച് പോയറ്റ് വാസ് കോൾഡ് ദി പോയറ്റ് ഓഫ് റീസൺ? എഗെയിൻ പോപ്പാണ്. മൊഡ്യൂൾ 18 ഡോക്ടർ ജോൺസൺ. Johnson's dictionary was published in 1755. Who wrote Lives of the Poets? Johnson. Edmund Burke is famous for his political writings on French Revolution. John Locke is associated with empiricism. ജോൺസൺസ് പീരിയോഡിക്കൽ എസ്സേ വാസ്, ഇതിലേതാണ് ജോൺസൻ്റെ പീരിയോഡിക്കൽ എസ്സേ എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ സ്പെക്ടേറ്റർ, ടാറ്റ്ലർ, എക്സാമിനർ ഒക്കെ അഡിസൺ സ്റ്റീൽ അവരുടെയൊക്കെയാണ്. ദി റാംബ്ലർ ആണ് ജോൺസൺസ് പീരിയോഡിക്കൽ എസ്സേ. ദെൻ റൈസ് ഓഫ് ദി നോവൽ. റോബിൻസൺ ക്രൂസോ വാസ് റിട്ടൺ ബൈ ഡിഫോ. പമീല വാസ് ഓതേർഡ് ബൈ റിച്ചാർഡ്സൺ. ഫസ്റ്റ് നോവൽ അല്ലെങ്കിൽ നമുക്ക് എപ്പിസ്റ്റലറി നോവൽ എന്നൊക്കെ പറയാം. കത്തിൻ്റെ രൂപത്തിലാണ് ഈ ഒരു വർക്ക് എഴുതപ്പെട്ടിട്ടുള്ളത്. ജോസഫ് ആൻഡ്രൂസ് വാസ് റിട്ടൺ ബൈ ഫീൽഡിങ്. ഇനി പമീലയും ജോസഫ് ആൻഡ്രൂസും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് പമീലേൻ്റെ ഒരു പാരഡിക്കലായിട്ടാണ് എഴുതിയിട്ടുള്ളത്, ജോസഫ് ആൻഡ്രൂസ് എഴുതിയിട്ടുള്ളത്. ദി എപ്പിസ്റ്റലറി നോവൽ മീൻസ് റിട്ടൺ ഇൻ ലെറ്റേഴ്സ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. Lawrence Sterne wrote Tristram Shandy. Elegy written in a country churchyard is by Gray. The Deserted Village was written by Goldsmith. The Tiger is a poem by Blake. സോ ഇനി ഇതിൽ ടൈഗർ വരുന്നത് ഏത് കളക്ഷനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. വിച്ച് പോയിറ്റ് ഈസ് നോൺ ഫോർ ഓഡ്സ്? ഓഡുകൾ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് ഇതിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോളിൻസ്. റോബർട്ട് ബേൺസ് വാസ് എ പോയിറ്റ് ഓഫ് സ്കോട്ട്ലാൻഡ്. അദ്ദേഹത്തിന് നാഷണൽ പോയിറ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് എന്നൊക്കെയാണ് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ആദ്യത്തെ യൂണിറ്റിനകത്ത് വരുന്നത് നോക്കി. ഇങ്ങനെ ബാക്കിയുള്ള യൂണിറ്റിൻ്റെ കൂടെ ചെയ്യണോ, ഇത് യൂസ്ഫുൾ ആണോ, അതോ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകാണ്ട് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് കൂടി പറയണോ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.